ഇരുമ്പുളി സ്റ്റാർ ഫ്രൂട്ട് കേരളത്തിലെ പല വീടുകളിലും കാണുന്ന ഈ ഫലം ഒരു വിഷഫലമാണ്. സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ യെസ്, പക്ഷേ എന്തുകൊണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവോറിയ ബിലിംബി, അവോറിയ കാരംബോള, അവോറിയ ബിലിംബി എന്ന് പറയുന്ന ഇരുമ്പുളി, അതിൽ ഓക്സാലിക് ആസിഡിന്റെ അളവ് വളരെ ഹൈ ആണ്. 100 ഗ്രാം ഇരുമ്പുളിയിൽ ഏകദേശം 800 മുതൽ 1600 മില്ലിഗ്രാം വരെ ഓക്സാലിക് ആസിഡിന്റെ അളവ് കണ്ടുവരുന്നുണ്ട്. ഈ ഓക്സാലിക് ആസിഡ് ശരീരത്തിൽ പോകുമ്പോൾ ഓക്സലേറ്റ് സ്റ്റോൺസായി മാറുകയും അത് കിഡ്നിയിൽ ഓക്സലേറ്റ് നെഫ്രോപ്പതി എന്നൊരു അസുഖം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അമിതമായ അളവിൽ ഈ പറഞ്ഞ ഫ്രൂട്ടുകൾ രണ്ടും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റാർ ഫ്രൂട്ടിൽ ഓക്സാലിക് ആസിഡിന്റെ അളവ് ഇത്രയും ഇല്ല. ഒരു പക്ഷേ ഇരുമ്പുളിയിൽ ഉള്ളതിനേക്കാൾ വളരെ കുറവാണ് അവറിയ കാരംബോള എന്ന് പറയുന്ന സ്റ്റാർ ഫ്രൂട്ടിൽ ഉള്ളത്. പക്ഷേ അതിന് വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. അതിൽ കാംപോക്സിൻ എന്ന് പറയുന്ന മറ്റൊരു ടോക്സിനും കൂടെ ഈ സ്റ്റാർ ഫ്രൂട്ടിലുണ്ട്. അത് ചില വ്യക്തികളിൽ, എല്ലാവർക്കുമല്ല, ചില വ്യക്തികളിൽ ഇതിൻ്റെ അളവ് കൂടുമ്പോൾ അവർക്ക് ഹിക്കപ്സ്, ഓക്കാനം, ജന്നി വരിക, സീഷേഴ്സ്, കോമ തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർ ഫ്രൂട്ടും ഇരുമ്പുളിയും ശ്രദ്ധിച്ചുപയോഗിക്കേണ്ടതാണ്. ഒരു ആരോഗ്യവാനായ മനുഷ്യൻ വല്ലപ്പോഴും ഒരു ഇരുമ്പുളി കഴിച്ചെന്നോ ഒരു സ്റ്റാർ ഫ്രൂട്ട് കഴിച്ചു എന്ന് കരുതി ഒരു പാനിക് ആവേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും ഹെൽത്തി കിഡ്നീസ് ഉള്ളവർക്ക് ഒന്നോ രണ്ടോ ഒന്ന് കഴിച്ചു എന്ന് വെച്ച് അത് അവരുടെ കിഡ്നീനെ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ കിഡ്നി രോഗികൾ, ഡയാലിസിസ് രോഗികൾ, ഷുഗർ, പ്രഷർ തുടങ്ങിയ അസുഖമുള്ളവർ, ബോർഡർ ലൈൻ കിഡ്നി ഫംഗ്ഷനിൽ നിൽക്കുന്നവർ, അവർ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഇരുമ്പുളിയും സ്റ്റാർ ഫ്രൂട്ടും ഒരു വിഷഫലമല്ല എന്നുവെച്ച് അമിതമായ അളവിൽ അമൃതും വിഷമാണ്. അതുകൊണ്ട് തന്നെ കിഡ്നി രോഗമുള്ളവർ, ഷുഗർ, പ്രഷർ ഉള്ളവർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.